എനിക്കെന്തോ എല്ലാരും നമ്മളെ ഒഴിവാക്കും പോലെ തോന്നുന്നു. വരനെ കാണാൻ പോകുന്നത് തെറ്റാണോ? ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. ശങ്കർ, നിങ്ങളൊരു മനുഷ്യനല്ലെന്ന് പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യനാവാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് പറ്റില്ല എന്ന് എനിക്കറിയാം. അന്നവും അഭയവും തരുന്ന യജമാനോട് എന്നും നന്ദിയുള്ളവനായി കഴിയുന്ന ഒരു പട്ടിയാവാനെങ്കിലും ശ്രമിക്കുക. എന്നെ നീ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇപ്പൊ നീ എന്റെ നെഞ്ചിലാ കുത്തിയത്. ഇതെനിക്ക് താങ്ങാനാവില്ല. ഞാൻ എന്റെ കഠിന പരിശ്രമം കൊണ്ട് വളർത്തിയെടുത്തതാ ഡ്യൂക്ക് എംപയർ. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിന്നോട് ഞാൻ പൊറുക്കില്ല. അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തന്നെ തരും. നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ പോലീസ് കമ്മീഷൻ സംഘവും അവിടെ ഇല്ലായിരുന്നോ? നീ ഒന്ന് മോളിയിരുന്നെങ്കിൽ അവരെന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലായിരുന്നോ? എന്തുകൊണ്ടത് ചെയ്തില്ല? മക്കളെയും ഈ കുടുംബത്തെയും ഓർത്തും മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. നിന്റെ ഔദാര്യം. എന്റെ ഔദാര്യത്തിൽ തന്നെയാ ശങ്കർ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാനൊരു വാക്ക് കമ്മീഷണർ വിശ്വനാഥിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അത് ചെയ്യാനുള്ള ധൈര്യം സുഹാസിനി ശങ്കറിനില്ല. കാരണം നിനക്കെന്നെ ഭയമാണ്. അഭിജിത്ത് എന്ന നിന്റെ അഭിമോന്റെ ജന്മജാതകം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പരസ്യപ്പെടുത്തുമെന്നുള്ള ഭയം. അല്ലായിരുന്നെങ്കിൽ നീ എന്നെ നിയമത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഭി എന്ന തുറുപ്പ് ചീട്ടിലാണ് ഞാനിപ്പോ നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത്. അവന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്താത്ത കാലത്തോളം നീ എന്നെ ഭയപ്പെട്ടേ മതിയാവൂ സുഹാസിനി. നീ എന്റെ റൂമിൽ ബഗ് ഡിവൈസ് ഒളിപ്പിച്ചു വെച്ചത് എന്റെയും ടുക്കോമയുടെയും സംസാരത്തിൽ നിന്ന് അഭിയെക്കുറിച്ചുള്ള രഹസ്യം കേൾക്കാനാണോ? അതെ. അഭി ആരുടെ കുട്ടിയാണെന്ന് നിനക്കറിയണോ? വേണം. അവന്റെ പേരിൽ എത്ര സ്വത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയണോ? അറിയണം. എന്നാ കേട്ടോ, ഒരു കാലത്തും നീ ആ രഹസ്യം അറിയാൻ പോകുന്നില്ല. നീ എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും അഭി ആരുടെ മകനാണെന്ന് നിനക്കറിയാൻ പറ്റില്ല. കമ്പനിയെ തകർക്കാൻ ഓപ്പോസിറ്റ് കമ്പനിയുമായി കരാറുണ്ടാക്കിയ നീ ഇന്നു മുതൽ എന്റെ ശത്രുവാണ്. ശത്രുവിനോടൊപ്പം എങ്ങനെ ഈ വീട്ടിൽ കഴിയണമെന്ന് എനിക്കറിയാം. ഞാൻ അവരുമായി കരാറുണ്ടാക്കിയെന്ന് നീ വിശ്വസിച്ചോ? അഞ്ജലിക്ക് അതിലൊരു പങ്കുമില്ലെന്ന് നീ കരുതിയോ? എല്ലാം ചെയ്തത് ശങ്കറാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. വ്യക്തമാകാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഓഫീസിൽ നിന്ന് നീ കൊടുക്കുന്ന ശമ്പളത്തിന് പുറമെ ഒരു വരുമാനവുമില്ലാത്ത അഞ്ജലി 50 ലക്ഷം ബാങ്കിലടച്ച് ബാങ്കിന്റെ കടം വീട്ടി അവളുടെ വീട് തിരിച്ചു പിടിച്ചത് എങ്ങനെയാണ്? ഇന്നലെയാണ് അവൾ ബാങ്കിൽ 50 ലക്ഷം രൂപ അടച്ച് കടം തീർത്തത്. അത്രയും കാശ് അവൾക്ക് എവിടുന്ന് കിട്ടി? എന്നെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അഞ്ജലി എങ്ങനെ ബാങ്ക് കടം തീർത്തെന്ന് ആദ്യം കണ്ടുപിടിക്കേ. എന്നിട്ട് മതി ശങ്കറിന് നേരെയുള്ള വീരശൂര പരാക്രമം. ഒന്നോ രണ്ടോ അല്ല, ഏതാണ്ട് 1/2 കോടി രൂപയുടെ കടമാണ് ഈ 2 ദിവസത്തിനുള്ളിൽ തീർത്തത്. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. ബാങ്കിൽ അന്വേഷിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി.
ഇത്രയും ഹരാസ് ചെയ്തിട്ട് നിന്നെ പോലെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ കാശ് വാങ്ങുന്ന ആ വീഡിയോ കണ്ടപ്പോ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു എന്ന് നിനക്കറിയോ? കാലക്കേടിന് ബാങ്ക് ജപ്തി ചെയ്ത വീട് സ്വന്തമാക്കാൻ നീ ഇങ്ങനെ വല്ല വിവരക്കേടും കാണിച്ചു പോയോന്ന് വരെ എന്റെ മനസ്സിൽ തോന്നിപ്പോയി. എടി, എന്നാലും നീ എന്നെ പറ്റി അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ആ, അത് കണ്ട ഞാനെന്നല്ല ദൈവം തമ്പുരാൻ പോലും സംശയിച്ചു പോകും. പക്ഷെ ആ കമ്മീഷണർ എല്ലാ സത്യവും തെളിയിച്ചപ്പോഴാ എനിക്കൊരാശ്വാസമായത്. ആ, ഇനി അത് വിട്. എല്ലാം എല്ലാവർക്കും വ്യക്തമായില്ലേ? നിനക്ക് അതിലൊന്നും ഒരു പ്രയാസം തോന്നുന്നില്ലേ? ആ, എനിക്കൊന്നും തോന്നുന്നു. ആ, നിന്റേതൊരു വല്ലാത്ത ജന്മം തന്നെ. നിന്നെ കൊല്ലാൻ നിന്റെ ഭക്ഷണത്തില് ഞാൻ വിഷം കലർത്തിയെന്ന് പറഞ്ഞതിനേക്കാളും വലുതാണോടി ഞാൻ ഈ 50 ലക്ഷം വാങ്ങിയെന്നുള്ള ആരോപണം? ഡീ കാവ്യ, നമ്മുടെ ഈ സൗഹൃദത്തിനപ്പുറം വലുതായിട്ട് എന്തെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് നമുക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് ഇനി എന്ത് വന്നാലും നേരിടാൻ എന്നെ കൊണ്ട് പറ്റും. അതും നീ എന്റെ ഒപ്പമുള്ള കാലത്തോളം. ശരി, ഞാനത് വിട്ടു. പക്ഷേ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ വില്ലൻ നമ്മുടെ അമ്മായിയപ്പനാ. അതെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാ വിവാഹ വാർഷികത്തിന് ഞാൻ അധികം താല്പര്യമൊന്നും കാണിക്കാത്ത. ശങ്കർ അങ്കിള് കമ്പനിയെ തകർക്കാൻ ശ്രമിക്കണമെങ്കിലും അങ്കിളിന് സുഹാസിനി ആന്റിയോട് എന്തോ കടുത്ത പകയില്ലാതിരിക്കില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുഹാസിനി ആന്റിക്കും അങ്കിളിനോട് കടുത്ത വെറുപ്പുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് രണ്ടുപേരെയും ഒന്നിപ്പിക്കണം. അങ്ങനെ ഒരു ശ്രമത്തിന് നമ്മൾ മുതിരണം. കമ്പനിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയതിനാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇത് നമ്മൾ ഒന്നിച്ചല്ലേ ചെയ്യാൻ പോന്നെ. അവരെ തമ്മിൽ യോജിപ്പിച്ചെങ്കിലേ കമ്പനി നന്നായിട്ട് മുന്നോട്ട് പോകും. അങ്കിൾ ഇനിയും കമ്പനിക്കെതിരെ എന്തെങ്കിലും രഹസ്യ നീക്കങ്ങൾ നടത്തും. കമ്പനിക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടായ നമ്മള് 2 പെൺകുട്ടികൾ വന്നതിന് ശേഷമാണ് എന്നൊരു സംസാരം ഉണ്ടാവും. അതുണ്ടാവാൻ ഇടവരുത്തരുത്. ആരും അറിയാതെ നമുക്ക് അങ്കിളിനെയും അങ്കിളിന്റെ രഹസ്യ നീക്കങ്ങളെയും നിരീക്ഷിക്കാം. ആദ്യം വേണ്ടത് അതല്ല. അങ്കിളും ആന്റിയും ശത്രുക്കളെ പോലെ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം കണ്ടെത്തണം. അതറിഞ്ഞിട്ട് വേണം രണ്ടാൾക്കുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ. അതെ, അതാണ് ആദ്യം വേണ്ടത്. രണ്ടാളുടെ മനസ്സിലും എന്തോ വലിയ കള്ളത്തരമുണ്ട്. അത് പുറത്തറിയാതിരിക്കാനാ രണ്ടുപേരും തല്ലിപ്പിരിഞ്ഞ് 2 വഴിക്ക് പോവാതെ ഒന്നിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും വലിയ ചതി ചെയ്ത അങ്കിളിനെ ആന്റി ഇവിടുന്ന് ചവിട്ടി പുറത്താക്കില്ലേ? എന്തുകൊണ്ടാ സുഹാസിനി ആന്റി അത് ചെയ്യാത്തത്? എന്തുകൊണ്ടാ നീ പറ. എന്തുകൊണ്ട്? സുഹാസിനി ആന്റി ശങ്കർ അങ്കിളിനെ വല്ലാതെ പേടിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ആന്റിയുടെ ലൈഫിനെ ബാധിക്കുന്ന എന്തോ ഒരു എക്സ്ക്ലൂസീവ് സീക്രട്ട് അങ്കിളിന്റെ കയ്യിലുണ്ടാവാം. എന്തുകൊണ്ട്? അത് വെച്ച് അങ്കിൾ ആന്റിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടെന്ന്? എടി, നിന്റെ അമ്മായിയമ്മയുടെ കാലുകൊണ്ട്. എന്താ? എന്തു പറഞ്ഞാലും അവളുടെ ഒരു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്. എടി, അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറുന്നത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, പെരുമാറുന്നുണ്ടോന്ന് നമുക്കെങ്ങനെ അറിയാം? ആ, എവിടെ? 2 പേരും 2 മുറിയിലാ കിടത്തം തന്നെ. ഞാനൊരു സംശയം ചോദിക്കട്ടെ. 2 പേർക്കും ഇടയില് മനസ്സുകൊണ്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത അവിഹിതമുണ്ടോ? അതായത് എന്താ? എടി, ഞാൻ ആലോചിക്കുക. നമ്മളിപ്പം നല്ല നുണച്ചികളെ പോലെ ആയിട്ടുണ്ടല്ലേ. എന്തൊരു കുശുമ്പും കുന്നായ്മയാ. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാലേ നടുകഷ്ണം തിന്നണോന്ന് പറയുന്നത് പോലെ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഇതൊക്കെ വേണ്ടിവരും കാവ്യ. സാഹചര്യമാണ് ഒരാളെ കള്ളനാക്കുന്നെന്ന് പറഞ്ഞ പോലെ അല്ലേ? നമ്മളെ നുണച്ചികളാക്കുന്നത് ഇവിടുത്തെ സാഹചര്യ അല്ലേ? പക്ഷേ നമ്മൾ അങ്ങനെ ആവാതെ തന്നെ ആന്റിയും അങ്കിളും ശത്രുക്കളായി കഴിയുന്നതിന്റെ കാരണം അത് നമ്മൾ കണ്ടുപിടിക്കും. അവിഹിതമെങ്കിൽ അവിഹിതം, അത് നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കും. കൊടുക്കായി.
ആന്റി, ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് മറ്റാരും കേൾക്കണ്ട എന്ന് വിചാരിച്ച. നിന്റെ പേരിൽ ഞാൻ പരസ്യമായി എന്ത് ആരോപണം ഉന്നയിച്ചാലും അതിന്റെ ക്ലൈമാക്സിൽ നീ പരിശുദ്ധയാവും. എല്ലാവരുടെയും മുന്നിൽ നീ സ്കോർ ചെയ്യും. അതാണല്ലോ പതിവ്. നീ ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്തൊക്കെ കള്ളങ്ങൾ ചെയ്താലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിനക്ക് അപാര കഴിവാ. അത് സമ്മതിച്ചേ പറ്റൂ. പക്ഷേ നീ എല്ലാവരുടെയും മുൻപിൽ രക്ഷപ്പെട്ടാലും എന്റെ കണ്ണിൽ നീ മഹാകള്ളിയ. ആരൊക്കെ നിന്നെ വിശ്വസിച്ചാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. അതെനിക്കറിയാം ആന്റി. എനിക്കതിൽ പരാതിയുമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ആന്റി ഇതൊക്കെ തിരുത്തി പറയും. ഒരിക്കലും ഉണ്ടാവില്ല. നിന്റെ ലക്ഷ്യം കാശ. അതിനുവേണ്ടി മാത്രം നീ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ എനിക്ക് വാങ്ങാമായിരുന്നില്ലേ? നീ വാങ്ങിയിട്ടില്ലെന്ന് ആര് പറഞ്ഞു? തന്ന ആള് തന്നെ സത്യം പറഞ്ഞതല്ലേ ആന്റി? അത് നീ പറയിപ്പിച്ചതാണെങ്കിലോ? ആന്റി, ഒരു ഗതികേടിൽ നിങ്ങളുടെ മകന്റെ ഭാര്യയാകേണ്ടി വന്നവൾ അങ്ങനെ. ഞാൻ ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തിനാ എന്നെ നിരന്തരം ഇങ്ങനെ വേട്ടയാടുന്നേ? ആന്റിയുടെ മകളാവാനുള്ള പ്രായമല്ലേ എനിക്കുള്ളൂ. നീ എന്റെ മുന്നിൽ ചീപ്പ് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യണ്ട. നീ അവരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിയതിന് മറ്റൊരു തെളിവുണ്ട്. എന്ത് തെളിവ്? നിനക്ക് ആവശ്യം ബാങ്കിലെ ബാധ്യത തീർക്കുക എന്നതായിരുന്നില്ലേ? അതെനിക്കൊരു ബാധ്യത തന്നെയാണ്. ആ ബാധ്യത നീ നിറവേറ്റിയല്ലോ. എന്താ ഇല്ലേ? ഇനി 50 ലക്ഷം അടച്ച് ബാങ്കിന്റെ കടം തീർത്തില്ല എന്ന് നീ പറയൂ. അത് ഞാൻ പ്രത്യേകം പറയണോ? ആന്റിക്ക് വേണമെങ്കിൽ ബാങ്കിൽ അന്വേഷിക്കാം. നീ 50 ലക്ഷം ബാങ്കിലടച്ച് നിന്റെ വീടിന്റെ കടം തീർത്തു എന്നറിഞ്ഞുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഞാൻ ആ കടം വീട്ടിയിട്ടില്ല ആന്റി. വേണമെങ്കിൽ ബാങ്കിലെ ഫോൺ നമ്പർ ഞാൻ തരാം. ആന്റി ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. അത് അന്വേഷിക്കാൻ ആള് പോയിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ. സത്യമല്ല, ഞാൻ അടച്ചിട്ടില്ല. അടച്ചെങ്കിൽ ആ കാശ് നിന്റെ കയ്യിൽ എങ്ങനെ വന്നുവെന്ന് നീ തെളിയിക്കേണ്ടി വരും. അയ്യോ, അതിന് ഞാൻ അടച്ചില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് തെളിയിക്കാനാ? നീ എത്ര ചോദിച്ചാലും സത്യം പറയില്ല എന്ന് എനിക്കറിയാം. അന്വേഷിക്കാൻ ബാങ്കിൽ പോയ ആള് ഇപ്പൊ വരും. അതിനുശേഷം നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കും. ഞാൻ ബാങ്കിലെ കടം അടച്ചു തീർത്തുവെന്ന് ആന്റിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. ആന്റി പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം. പിന്നെ നീ ഈ വീട്ടിൽ കാണില്ല. ഷംനാഥ് എന്തിനിപ്പോ വീട്ടിലേക്ക് വരുന്നേ? ആന്റി വിളിച്ചു വരുത്തിയതാവോ? ഇനി പുതിയ എന്തെങ്കിലും ഇഷ്യൂ എന്റെ തലയിൽ വന്ന് വീഴുവോ? ഞാൻ വിളിക്കാം. അവസാനം നീ എന്റെ കാല് വാരിയല്ലേ? സർ, അത് നോ, നിന്റെ ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിഞ്ഞാലും ഈ ശങ്കർ സുഹാസിനി ശങ്കറിന്റെ ഹസ്ബൻഡാണ്. ഞാനിവിടെ തന്നെ കാണും. പക്ഷേ നിന്റെ മേൽ ചെറിയൊരു അലിഗേഷൻ ഉണ്ടായാൽ സുഹാസിനിയുടെ ഭാഗത്തുനിന്ന് ഒരു റീതിങ്കിങ് ഉണ്ടാവില്ല. നീ ആ നിമിഷം ഔട്ടാവും. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോലും കാണില്ല. എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല സർ. ഞാൻ ഉണ്ടാക്കിയാലോ? സർ, എനിക്കത് വളരെ ഈസിയാണ് ഷംനാഥ്. മാത്രമല്ല, ചെയ്യാത്ത തെറ്റിന് ഒരാളെ കൊണ്ട് ചക്രശ്വാസം വലിപ്പിക്കുന്നത് എന്റെ ഒരു ഹോബിയാണ്. മണിക്കൂറുകളോളം ഞാൻ അഞ്ജലിയെ വിറപ്പിച്ചില്ലേ? ഒരു ചെറിയ പാളിച്ച പറ്റിയതുകൊണ്ട് അവളിപ്പോ ഇവിടെയുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ കിടക്കേണ്ടി വരുമായിരുന്നു. നിന്നെ അവിടുന്ന് ചാടിക്കാൻ എനിക്ക് അതിനേക്കാളും എളുപ്പമാണ്. സർ, എന്നെ ചതിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും പിഴച്ചു പൊയ്ക്കോട്ടെ. എല്ലാം പറയേണ്ടി വന്നതിൽ ഞാൻ സാറിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. നീ എത്ര മാപ്പ് പറഞ്ഞാലും നിനക്ക് ഞാൻ മാപ്പ് തരില്ല.
എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചതിന് അതിനേക്കാൾ 10 ഇരട്ടി തൂക്കത്തിൽ നിനക്കുള്ള പണി ഞാൻ തരും. സർ. പോ. വന്ന കാര്യം സാധിച്ച് തിരിച്ചു പോ. നീ ഇന്നലെങ്കിലും തിരിച്ചെത്തിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫംഗ്ഷൻ എത്തണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ടൂർ ചാർട്ട് ചെയ്യുമ്പോ വെഡിങ് ആനിവേഴ്സറിയെ പറ്റി ഓർത്തതേയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രാധിക മാഡം എപ്പോ എത്തി? മോർണിംഗിൽ എത്തിയതേ ഉള്ളൂ. ഷംനാഥ് ബാങ്കിൽ പോയോ? പോയി മാഡം. എന്നിട്ട് അഞ്ജലിയുടെ ബാങ്കിലെ കടം ഇന്നലെ അടച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ 50 ലക്ഷം വാങ്ങില്ല എന്ന് പറഞ്ഞത് പച്ച കള്ളമല്ലേ? ആ വഴിയല്ലാതെ അഞ്ജലിക്ക് എവിടുന്ന 50 ലക്ഷം കിട്ടാൻ? മാഡം, ആ കടം തീർത്തത് മാഡം തെറ്റിദ്ധരിച്ചതുപോലെ അഞ്ജലി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടല്ല. പിന്നെ എവിടുന്ന അവളുടെ കയ്യിൽ ഇത്രയും കാശ്? അഞ്ജലിയുടെ വീടിന്റെ കടം തീർത്തത് അഭിസാറാണ്. അഭിസാറിന്റെ അക്കൗണ്ടിൽ നിന്നാണ് കാശ് പോയിരിക്കുന്നത്. എന്നെ കൊണ്ടേ പോവുള്ളോ? അബിക്ക് തോന്നുന്ന പോലെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടാ ഈ കുടുംബത്തിലെ സ്വസ്ഥത നശിക്കുന്നത്. ഞാൻ എന്റെ സ്വസ്ഥതയും സമാധാനത്തിനും വേണ്ടിയാ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. അത് മറ്റുള്ളവരുടെ സമാധാനം തകർത്തിട്ട് വേണോ? നീ എന്താ അത് ചിന്തിക്കാത്ത? ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോ അറ്റ്ലീസ്റ്റ് മറ്റാരെങ്കിലുമായി ഡിസ്കസ് ചെയ്യണ്ടേ? എന്റെ അക്കൗണ്ടിലിരിക്കുന്ന എന്റെ കാശ് അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അപ്പൊ നീ അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം? 50 ലക്ഷം രൂപ അഞ്ജലിയുടെ ബാങ്ക് കടം തീർക്കാൻ കൊടുക്കുമ്പോ അതറിയാനുള്ള അവകാശം ഈ അമ്മയ്ക്കും ഇല്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് ആ കാര്യം നീ എന്നോട് പറഞ്ഞില്ല? അതെന്തിനാ അമ്മയോട് പറയണം? ഇത്രയും വലിയൊരു തുക മറ്റൊരാളുടെ ബാങ്ക് കടം തീർക്കാൻ കൊടുക്കുമ്പോ നീ അത് എന്നോട് ചോദിക്കണമായിരുന്നു. മറ്റേതെങ്കിലും ഒരാളുടെ കടം തീർക്കാനല്ല ഞാൻ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത്. എന്റെ ഭാര്യയുടെ വീട് തിരിച്ചെടുക്കാൻ വേണ്ടിയാ. അഞ്ജലി എന്റെ ഭാര്യയാണെന്ന കാര്യം അമ്മ മറന്നുപോയെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. എന്റെ ഭാര്യയ്ക്കുണ്ടാവുന്ന എന്ത് ബാധ്യതയും അത് എന്റെയും കൂടി ബാധ്യതയാണ്. എന്നെപ്പോലെ തന്നെ എന്റെ എല്ലാ സ്വത്തുക്കളും അവൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോൾ പരസ്പരം പാരവയ്ക്കല്ല വേണ്ടത്. സുഖവും ദുഃഖവും പരസ്പരം പങ്കിട്ട് ജീവിതം മനസമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്. അങ്ങനെയല്ലേ ആന്റി വേണ്ടത്? അഞ്ജലി അവളുടെ അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആ വീടിനെ കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവളുടെ ആ സങ്കടം കണ്ടറിഞ്ഞ് തീർത്തു കൊടുക്കുകയല്ലേ വേണ്ടത്?
അവള് പോലും അറിയാതെയാ ഞാൻ ഇക്കാര്യം ചെയ്തത്. അവൾക്കത് ഇപ്പോഴും അറിയില്ല. അവൾക്കൊരു സർപ്രൈസ്, എനിക്കൊരു സന്തോഷം. ഇതിനൊക്കെ അല്ലേമ്മേ കാശ് ഉപയോഗിക്കേണ്ടത്. നീ ഈ കുടുംബം നശിപ്പിക്കും. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണെന്ന് നിനക്കറിയില്ല. കാരണം നിന്റെ അക്കൗണ്ടിൽ കമ്പനിയിൽ നിന്ന് വരുന്ന ഷെയർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പോലും നിനക്കറിയില്ല. ചേച്ചി, അത് ഇവൻ പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇവന് വിട്ടുകൊടുക്കണം. അപ്പോഴേ കാശിന്റെ വില ഇവന് മനസ്സിലാവും. അതാണ് വേണ്ടത് ആന്റി. ഇത്തിരി ഉത്തരവാദിത്വം കൂടും. എന്നിട്ട് വേണം നമ്മുടെ സ്ഥാപനം കൂടി ഇവൻ അവൾക്ക് എഴുതി കൊടുക്കാൻ. ഇവനെ ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിക്കാത്തത് എല്ലാം ഇവൻ ധൂർത്തടിച്ച് നശിപ്പിക്കും എന്നറിയാവുന്നതുകൊണ്ടാ. അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ. എനിക്ക് അതൊരു വലിയ ആശ്വാസവും. എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാലോ. ആന്റി പറയുന്നത് പോലെ അഭി 5 കാശ് പോലും ദൂർത്തടിക്കില്ല. എന്നിട്ടാണോ വളരെ ലാഘവത്തോടെ അഞ്ജലിയുടെ കടം തീർക്കാൻ 50 ലക്ഷം കൊടുത്തത്?